നമ്മൾ ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും അവിടുത്തെ പ്രധാന ദേവത ആര് തന്നെ ആയിരുന്നാലും അവിടെ കന്നിമൂലയിൽ മൂലഗണപതിയായിട്ട് അല്ലെങ്കിൽ ശ്രീ മഹാഗണപതിയായിട്ടൊക്കെ തന്നെ ഗണേശ ഭഗവാന്റെ പ്രതിഷ്ഠ ഉണ്ടായിരിക്കും. കാരണം ഏത് ക്ഷേത്രമായാലും ദേവിയായാലും ദേവനായാലും അവിടെ ആ കന്നിമൂലയിൽ അവിടെ ഗണേശ ഭഗവാൻ കൂടി ഉണ്ട് എങ്കിലേ ക്ഷേത്രത്തിന്റെ ഒരു ചൈതന്യം പൂർണ്ണമാവുകയുള്ളൂ എന്നുള്ളതാണ് ഒരു വസ്തുത. കാരണം വിഘ്ന നിവാരണാർത്ഥം എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ അനുഗ്രഹവും തന്ന് കുടികൊള്ളുന്ന ഭഗവാനാണ് വിഘ്നേശ്വരൻ. ഈ വിഘ്നേശ്വരന്റെ നടയിൽ പ്രധാനമായും നമ്മൾ ചെയ്യാറുള്ളത് എന്താണ്? നാളികേരം ഉടയ്ക്കാറുണ്ട്, കറുകമാല കെട്ടിയിടാറുണ്ട്, മുക്കുറ്റി സമർപ്പിക്കാറുണ്ട്, ഗണപതി ഹോമം സമർപ്പിക്കാറുണ്ട്, മോദക നിവേദ്യം സമർപ്പിക്കാറുണ്ട്, അപ്പനിവേദ്യമുണ്ട്. അങ്ങനെ ഒരുപാട് വഴിപാടുകൾ ഗണേശ ഭഗവാന്